ഇതേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. അഗ്നിമേഘ തൂണുകളാൽ അടിയാനെ എന്നും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കാടാക്ഷിക്കുകേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവും ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് തന്ന ഈ വലിയ അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ ബൈബിൾ ക്രൗൺ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന നിൻ്റെ പ്രിയ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും തരുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് ഇത് പൂർണ്ണമാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അവിടുത്തെ നാമത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ, അവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് ഇതിനെ ഉപയുക്തമാക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അങ്ങനെ കൊണ്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. തിരുനാമം മാത്രം മഹത്വപ്പെടുവാൻ കൃപയാൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ ജഡ്ജസ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ്. മിസ്സസ് രാജി വർഗീസ് എൻ്റെ പ്രിയ പത്നിയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ ചുമതല വഹിക്കുന്നു. എൻ്റെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിൽ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മിസ്സസ് രാജിയെ ഒരു ചടങ്ങെന്നുള്ള നിലയിൽ ഞാൻ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് മിസ്സസ് ശാന്തം വീട്ടിയാണ്. അതാണ് 3 പതിറ്റാണ്ടുകളേറെയായിട്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുവേലക്കാരിയാണ്. ഈ എപ്പിസോഡിൻ്റെ ജഡ്ജായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ശാന്തമയ്ക്കും ദൈവം മുഖാന്തരം ഒരുക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃനാമത്തിൽ ശാന്തമയെ ഞാൻ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും നിങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് സ്വയം പരിചയപ്പെടുത്തേണ്ടത്. ആദ്യമായിട്ട് മിസ്റ്റർ ജോർജ്. എൻ്റെ പേര് ജോർജ് സാമുവൽ. ഞാൻ ചെങ്ങന്നൂരിലെ മംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേർഡ് ടു വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ്. ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ വന്നു. വളരെ നല്ലൊരു സ്വീകരണമാണ് എനിക്കിവിടെ ലഭിച്ചത്. സ്ഥിരമായിട്ട് ഞാൻ യൂട്യൂബിൽ ഈ ബൈബിൾ ക്രൗൺ ക്വിസ് പ്രോഗ്രാം കാണാറുണ്ട്. അന്ന് തൊട്ട് എനിക്കിതിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് അത് സാധിച്ചു. ആത്മീയ ജീവിതത്തെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഈ സ്ഥാപനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകസ്മികമായിട്ടാണ് ഈ സീറ്റ് ലഭിച്ചത്. അതൊരു ദൈവനിയോഗമാണെന്ന് ഞാൻ കണക്കാക്കുന്നത്. അതെ, കാരണം നമ്മളിതൊന്നും പലതും തീരുമാനിക്കാത്ത കാര്യം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് വിളിക്കപ്പെട്ടവരോ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. തീർച്ചയായിട്ടും സാർ ഇതൊരു നിയോഗമായിട്ട് കണക്കാക്കണം. ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നു. അതെ, ഞാൻ ബേസിക്കലി ഒരു ബിസിനസ്മാൻ ആണ്. അതെ. ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിക്കുന്നു. 2 മക്കള്. മകൻ UK ഫാമിലിയായിട്ട് ജീവിക്കുന്നു. മകള് വെല്ലൂർ ഹോസ്പിറ്റലിൽ അവളും ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നു. കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദൈവം കൂടുതലായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആകസ്മികമായിട്ടാണെങ്കിലും ഇതൊരു വലിയ ഉത്തേജനവും പ്രയോജനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. യെസ്, ശ്രീമതി ആലീസ് മാത്യു. എൻ്റെ പേര് ആലീസ് മാത്യു എന്ന്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവക കോന്നി ആണ് എൻ്റെ ഇടവക. പിന്നെ വീട്ടിലെ ഹസ്ബൻഡ് 2 മക്കളുണ്ട്. മകൻ കല്യാണം കഴിഞ്ഞ് അയർലൻഡിലാണ്. മോളെ കെട്ടിച്ച് മോളെ പന്തളത്ത് താമസമാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ യൂട്യൂബിൽ ഞാൻ ഈ ബൈബിൾ ക്രൗണിനെ കുറിച്ച് 2020 2023 ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്നോർത്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പങ്കെടുക്കണമെന്ന്. ഇപ്പം ഇവരുടെ ഒരു പ്രതിദിന പ്രശ്നോത്തരി ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പങ്കെടുത്ത് 6 പ്രാവശ്യം എനിക്ക് പ്രൈസ് കിട്ടി.
അപ്പോൾ ഇവിടെ നിന്ന് എന്നെ വിളിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ബൈബിൾ മ്യൂസിയത്തിൽ നിന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് പല പ്രതിസന്ധികളുണ്ടായിരുന്നു ഇവിടെ. എങ്കിലും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പങ്കെടുക്കാമെന്ന് കരുതി വന്നതാണ്. ഇത് ഇവിടെ വിന്നറായാൽ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ സെലക്ഷൻ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കോന്നി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മഹായിടവകയിലെ അംഗമാണ്. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിലെ അംഗമാണ്. വെരി ഗുഡ്. ഓക്കെ. ആദ്യമായിട്ടാണ് ഞാൻ ബൈബിൾ ക്വിസിൻ്റെ നിൽക്കുന്നത്. നമ്മുടെ പള്ളിയിൽ അഖിലമലങ്കര അടിസ്ഥാനത്തിൽ യൂത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അന്നേ പങ്കെടുത്തിട്ടില്ല ഇതുവരെ. കണ്ടിട്ടുണ്ട്. ഇത്രയും പല പല ബുദ്ധിമുട്ട്. ഇപ്പം മോനൊക്കെ എയർലൻഡിലായിരുന്നു. അവർ അവിടെ നിന്ന് വന്നപ്പം തൈറോയിഡിന് ഒരു സർജറി ഉണ്ട്. അത് 2-ാം തീയതി. അന്നേരം ഞാൻ വിചാരിച്ചു വരവ് നടക്കത്തില്ലെന്ന്. പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് അവരെ ആക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഇതൊരു ആദ്യത്തെ അനുഭവമാണ്, പാർട്ടിസിപ്പേഷൻ എന്നുള്ള നിലയിൽ അല്ലേ? തീർച്ചയായിട്ടും ഇത് ഒരു വലിയ അനുഭവമാണ്, നിയോഗമാണ്. പ്രിപ്പയർ ചെയ്യാനൊന്നും കാര്യമായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പ്രിപ്പറേഷൻ ഒന്നും അത്രമാത്രം അങ്ങനെ അഗാധമായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാൻ സാധ്യമാകാത്തൊരു കാര്യമാണ്. കാരണം ബൈബിൾ അഗാധമായിട്ടുള്ളൊരു പുസ്തകമാണ്. ഓരോ പ്രശ്നത്തിൽ 4-ാമത്തെ പ്രാവശ്യമാണ് നയിക്കുന്നത്. ഓരോ പ്രാവശ്യം അതിലേക്ക് നോക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് കർത്താവ് കാണിച്ചത്. ഞാൻ പ്രതിദിന പ്രശ്നോത്തരിയിൽ 6 പ്രാവശ്യം എനിക്ക് സമ്മാനം കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ തന്നെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. അല്ലെങ്കിൽ അത് കിട്ടത്തില്ലല്ലോ. കാരണം എത്രയോ പേരാണ് രാവിലെ ഞങ്ങളെ അത് കണ്ടിട്ട് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് പറ്റത്തില്ല. അതിന് ചില ഗ്രാഹ്യം ഉണ്ടാകണം. സോ തീർച്ചയായിട്ടും അത് അനുഗ്രഹമായിരിക്കും. ഓർത്തഡോക്സ് സഭയപ്പെടുന്നതായതുകൊണ്ട് ഞാൻ ഓർത്തഡോക്സുകാരനാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കൂടുതലായി കർത്താവിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയണം. അനേകരിലേക്ക് ദൈവവചനത്തിൻ്റെ മഹത്വം പകരുവാൻ കൊണ്ട് നമ്മുടെ എളിയ പ്രവർത്തനം കൊണ്ട് കഴിയണം. ഐ വിഷ് യു എ വെരി ഗുഡ് കോമ്പറ്റീഷൻ. താങ്ക് യു. യെസ് മോനെ. ജിനു ജയൻ. എൻ്റെ പേര് ജിനു ജയജയൻ. ഞാൻ വരുന്നത് CSI മുല്ലൂർ സഭയിൽ നിന്നാണ്. ഞാൻ +2 സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാൻ പുന്നക്കുളം സ്കൂളിലാണ്. ഈ ബൈബിൾ ക്രൗൺ ഇതിൻ്റെ പറ്റി അറിഞ്ഞത് എൻ്റെ ചേട്ടൻ ഇതിനു മുമ്പ് 2023 ഇതിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ്. ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബാക്കി എല്ലാ സ്റ്റേജും പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് എൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് സഭയിലാണ്? മുല്ലൂർ സഭ, CSI മുല്ലൂർ സഭ. CSI മുല്ലൂർ സഭ. ഓക്കെ. ഞാൻ +2 പഠിക്കുന്നത്. അതെ. ഇവിടെ ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ചേട്ടൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ജിത്തു ജയൻ. ജിത്തു ജയൻ. പുള്ളി കഴിഞ്ഞ പ്രശ്നത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച്. പുള്ളി MBBS സ്റ്റുഡൻ്റ് ആണ്. മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഒരു പ്രയോജനമുണ്ട്. ഇപ്പം ചേട്ടൻ ശരിക്കെല്ലാം പഠിപ്പിച്ചാണോ വിട്ടിരിക്കുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വളരെ സന്തോഷം. ഇതൊരു പരിശീലനമാണ്. വളരെ അപ്പോൾ സന്തോഷമാണ്. പങ്കെടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. യെസ്, റോഷി തോമസ്. എൻ്റെ പേര് റോഷി തോമസ് എന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് എൻ്റെ സ്വദേശം. ഇവിടെ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാനാണ് ഞാൻ കടന്നു വന്നത്. 2023 നടന്ന ബൈബിൾ ക്വിസിലെ വിന്നറാണ് ഞാൻ. ഈ വർഷം നടക്കുന്ന ബൈബിൾ ക്വിസിൽ പാർട്ടിസിപ്പൻ്റായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇതിൽ മത്സരിക്കണമെന്നും തുടരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആ കാര്യത്തിൽ ചോദിക്കുന്നു. താങ്ക് യു. പ്രത്യേകമായിട്ട് ഇൻഡക്ഷൻ ആവശ്യമില്ല. കാരണം ഇങ്ങനൊരു ശുശ്രൂഷ വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൻ്റെ അത്തരം പ്രശ്നോത്തരി എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ റോഷി ഒരു പയ്യനായിരുന്നു അന്ന് വരുമ്പോൾ. അത് നമ്മൾ ഗോർക്കി ഭവനിൽ വെച്ചാണ് ആരംഭിച്ചത്. അന്ന് എനിക്ക് സ്വന്തമായിട്ട് ചാനലില്ല, മറ്റ് ബൈബിൾ ആ രീതിയിലുള്ള ഒരു വലിയ പ്രവർത്തനമില്ലായിരുന്നു. അന്ന് ഗോർക്കി ഭവനിൽ വെച്ചാണ് നമ്മളിത് നടത്തിയത്. അന്നത്തെ ആ കോമ്പറ്റീഷൻ റോഷിക്ക് തേർഡ് പ്രൈസ് കിട്ടി. അത് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ വന്നു. പിന്നെ സ്വന്തം ചാനലായി, ചാനൽ വെച്ച് നടത്തി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. അതായത് ഗോൾഡ് ക്രൗൺ കിട്ടിയത് റോഷിക്കാണ്. ഇന്ന് വീണ്ടും 3-ാമത്തെ പ്രാവശ്യമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. യെസ്, പറഞ്ഞാട്ടെ. പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് പരുത്തപ്പാറയാണ് എൻ്റെ സ്ഥലം. ഞാനൊരു കോളേജ് അധ്യാപകനായി വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം PhD കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഈ ദിവസങ്ങളിൽ സംഭവിച്ചത്, ഞാനത് ടെസ്റ്റിമണി സമയം ഉണ്ടെങ്കിൽ അന്നേരം പറഞ്ഞോളാം. ഡിസംബറിൽ ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഇതുവരെ കോളേജിൽ തിരിച്ച് ജോയിൻ ചെയ്തിട്ടില്ല. ഒരു 3-4 മാസം ലീവാണ്, റെസ്റ്റാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഇന്ന് വരുന്നത്. അതെനിക്ക് മാത്യു സാറിനെ ഒന്നും മറക്കാൻ പറ്റത്തില്ല. ഈ ഒരു സ്ഥാപനത്തെ മറക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞാണ് എനിക്ക് ഇവിടെ എത്താൻ, ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. പിന്നീട് ടെസ്റ്റിമണി സമയത്ത് ഞാനത് വിശദീകരിക്കാം. ഈ സ്ഥാപനത്തെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിചയപ്പെടുത്തൽ എല്ലാം ഏതാണ്ട് ഒരുപാട് പൂർത്തിയായിരിക്കുന്നു.
ഇനി നമ്മുടെ ഈ മത്സരത്തിൻ്റെ ഘടന 4 റൗണ്ടാണുള്ളത്. ഒന്ന് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആളാം പറഞ്ഞ ഒരു ചോദ്യം. അത് കഴിഞ്ഞ ശേഷം ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പുതിയ നിയമത്ത് റൗണ്ട്. മൂന്നാമത്തേത് ഈ ടെസ്റ്റ്മണി റൗണ്ട്, സാക്ഷ്യ റൗണ്ട്. നമ്മുടെ സാക്ഷ്യം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ള സമയമാണ് ടെസ്റ്റ്മണി റൗണ്ട്. നാലാമതായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്, അതായത് വേഗത്തിൽ തരുന്ന വേദഭാഗം വായിക്കുക. ആദ്യം ആരാണ് വായിക്കുക എന്ന് വെച്ചാൽ ആ വ്യക്തിക്കായിരിക്കും അതിനുള്ള മാർക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 റൗണ്ടാണ്. ശരിയായിട്ടുള്ള മറുപടി നമുക്ക് ആ ചോദ്യത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യുക. ഉത്തരം ശരിയാണെങ്കിൽ 5 മാർക്ക് ലഭിക്കും. അപ്പം ഉത്തരം ശരിയല്ല, നമുക്ക് സംശയത്തോടെ ഒരു ഉത്തരം പറയുകയാണ്, തെറ്റാണെങ്കിൽ -, മാർക്ക് ലഭിക്കും ഓരോ ചോദ്യത്തിന്. അപ്പോൾ ചോദ്യത്തിനെക്കുറിച്ച് അറിയാൻ വയ്യെങ്കിൽ പാസ്, ഒരു നഷ്ടവുമില്ല. അപ്പോൾ -2 മാർക്കായിരിക്കും തെറ്റായ ഉത്തരങ്ങൾക്ക് നൽകുക. അത് കഴിഞ്ഞ് അടുത്ത ആളിന് ആ ചാൻസ് ലഭിക്കുമ്പോൾ ആ വ്യക്തി അത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ 4 മാർക്കായിരിക്കും അതേ ചോദ്യത്തിന് ലഭിക്കുന്നത്. കാരണം രണ്ടാമത്തെ, മൂന്നാമത്തെ എല്ലാം 4 മാർക്ക് വീതമാണ്. അതാണ് ഇതിൻ്റെ ഘടന. നമ്മുടെ റാപ്പിഡ് റീഡിംഗ് റൗണ്ടിന്, അതായത് ബൈബിൾ വായിക്കുന്നത് 2 മാർക്ക് മാത്രമേ ഉള്ളൂ. കൂടാതെ ഇനിയും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ടൈ വരികയാണെങ്കിൽ വിജയെ നമുക്ക് എന്തായാലും പ്രഖ്യാപിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രകാരം ഒരു ബോംബ് ഇടാനാണ് ആഗ്രഹിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ബൈബിൾ ബോംബ്. അപ്പോൾ ഈ ചോദ്യം ഇട്ടിട്ട് ആ 2 or 3 പേർ ആരാണ് എങ്ങനെ ടൈ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ബോംബിട്ടായിരിക്കും വിജയെ തിരഞ്ഞെടുക്കുന്നത്. ഒരു വിജയെ കണ്ടെത്തുവാൻ തക്കൊണ്ട് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ബോംബിട്ട വിജയെ കണ്ടെത്തും. സോ ബൈബിൾ ബോംബ്, അതാണ് ഫൈനലായിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം? റോഷി, പഴയ ഘടന? സംശയമില്ല. എനിക്ക് 5-6 മാസം കൊണ്ട് ഇങ്ങനെ ബൈബിളൊന്നും വായിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടൊരു വിഷമമുണ്ട്. പഴയ വായന മതി. അതുകൊണ്ട് ഒന്ന് പ്രിപ്പയർഡ് ആവാൻ കഴിയുന്നില്ല. എങ്കിലും ഈ സ്ഥാപനം ആയതുകൊണ്ടാണ് ഞാൻ വന്നത്. പരിശുദ്ധാത്മ ഓർമ്മയുടെ ആത്മാവെന്ന് അറിയത്തില്ലേ? പിന്നെന്താ ഭയപ്പെടുന്നത്? ഡെഫിനറ്റ്ലി ദൈവം വഴി നടത്തും. ഓൾ റൈറ്റ്, സോ ഓൾ ഓഫ് യു റെഡി? റെഡി ആണല്ലോ? യെസ്, ജഡ്ജസ് റെഡി? റെഡി. ഷെൽ വി ഗോ ഫോർ ദ ഫസ്റ്റ് റൗണ്ട്? നാം ആദ്യത്തെ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ടിലേക്ക് പോവുകയാണ്. ആകസ്മികമായി എത്തിയെന്ന് പറയുന്ന മിസ്റ്റർ ജോർജ് സാമുവലിനാണ് ആദ്യത്തെ ചോദ്യം. യെസ്, വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഇയ്യോബിൻ്റെ പരീക്ഷകൾക്ക് മുമ്പ് അവന് എത്ര മക്കളുണ്ടായിരുന്നു? 10 മക്കൾ. 10 മക്കൾ ശരിയായ ഉത്തരമാണ്. മിസ്റ്റർ ജോർജിന് 5 മാർക്സ്. റൈറ്റ്. ഓക്കെ, അടുത്തായിട്ട് ആലീസ് മാത്യു ആണ്. നമ്മുടെ പല പ്രതിദിന ബൈബിൾ ക്രൗഡ് ക്വിസ് കോമ്പറ്റീഷനിലും സമ്മാനം വാങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ എനിക്കിപ്പോഴാണ് ആളിനെ കാണാൻ പറ്റിയത്. ഞാൻ പലപ്പോഴും റിസൾട്ട് മൊത്തമായിട്ട് വരുമ്പോൾ നോക്കാറുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ ഒരു ചെങ്കോൽ ഉയരുമെന്ന് പ്രവചിച്ചത് ആരാണ്? പാസ്സാണ് മോനെ, പാസ്സാണ്. റോഷി? പാസ്. ഓശയല്ല, ഇറ്റ്സ് റോങ്. -2 മാർക്സ് ഫോർ മിസ്റ്റർ ജോർജ്. ഇത് പ്രവചിച്ചത് ബിലയാം ആണ്. ഓൾറൈറ്റ്, റോഷി മനസ്സിലായോ? റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം മിസ്റ്റർ ജിനു ജയനോടാണ്. ചേട്ടനെല്ലാം കോച്ച് ചെയ്ത് വിട്ടിരിക്കുകയാണ് അല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. താൻ പ്രസവിച്ച മകന് മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി എന്നർത്ഥമുള്ള എന്തു പേരാണ് ഒരു അമ്മ നൽകിയത്? പാസ്. എക്സാക്ട്ലി റൈറ്റ്, ഇഖാബോദ്. ഇസ്രായേൽ മക്കൾ ഫിലിസ്തീനോട് തോറ്റപ്പോൾ അവിടെ വെച്ച് ഏലിയുടെ കൊച്ചുമൻ ജനിക്കുകയാണ്. അമ്മ പ്രസവത്തോടെ മരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞിന് നൽകിയ പേരാണ് ഇഖാബോദ്. എന്ന് പറഞ്ഞാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. കാരണം ഫിലിസ്തീർ യഹോവയുടെ പെട്ടകം പിടിച്ചുകൊണ്ട് പോയി. റൈറ്റ്. സോ റോഷി ഗെറ്റ്സ് റൈറ്റ് ആൻസർ ആൻഡ് യു ഗെറ്റ് 4 മാർക്സ്. 4 മാർക്കാണ്. നാലാമത്തെ കുറിച്ച് മിസ്റ്റർ റോഷിനോടാണ്. ഏത് സ്ഥലത്ത് വെച്ചാണ് ശൗലിനെ ഇസ്രയേലിൻ്റെ രാജാവാക്കിയത്? പാസ്. യെസ് മിസ്റ്റർ ജോർജ്? പാസ്സാണ്. ആലീസ്? ജിനു? ഗിൽഗാലിൽ വെച്ചാണ്. 1 ശമൂവേൽ 11-ാം അധ്യായം 15-ാം വാക്യം. ഗിൽഗാലിൽ വെച്ചാണ് ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കിയത്.
Alright, so thus we come to the end of Old Testament round. Old Testament round ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തത് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്. ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം മിസ്റ്റർ റോഷിയോടാണ്. യേശുവിനോട് കൂടെ ആദ്യമായി രാപാർത്ത അപ്പോസ്തലൻ ആരാണ്? പത്രോസ്. -2 മാർക്സ് ഫോർ റോഷി. യെസ്, അറിയാമോ? ആലിസ് മാത്യു. അന്ത്രയോസ് ശരിയായ ഉത്തരവാണ്. 4 മാർക്ക് ആലിസ് മാത്യു ലഭിക്കും. റൈറ്റ്. അവിടെ യോഹന്നാൻ സ്നാപകനോടൊപ്പം നിൽക്കുമ്പോൾ കർത്താവ് നടന്നു പോവുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇതാ ലോകത്തിലെ പാപമാക്കി ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും യോഹന്നാനോട് സ്നാപകനോട് ചോദിക്കാതെ യേശുവിനെ പിന്തുടരുന്നു. യേശു തിരിഞ്ഞു നോക്കി ഇവർ രണ്ടുപേരും വന്നു. അപ്പോൾ എന്താ വേണ്ടി, നീ എവിടെ പാർക്കുന്നു എന്നവർ ചോദിക്കും. വന്ന് കാണുക. അവർ പോയി യേശു താമസത്തിനെ കണ്ടു, യേശുവിനോടൊപ്പം പാർത്തു. അതിലൊരാൾ അന്ത്രയാസാണ്. അടുത്ത ദിവസം പ്രഭാതത്തിൽ അന്ത്രയാസ് പോയി പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നു. ഓൾറൈറ്റ്, ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ജിനു കെ ജയനോടാണ്. ഓൾറൈറ്റ്, യെസ്. അപ്പോസ്തലൻ എന്ന പേരിന് താൻ യോഗ്യനല്ല എന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാരണമെന്ന്? പാസ്സാണ്. ആലിസ് മാത്യു. ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവനായിരുന്നു. എക്സാക്ട്ലി ദ സെയിം ആൻസർ. ദൈവസഭയെ ഉപദ്രവിച്ചനായിരിക്കുന്നത് കൊണ്ട്, അതേ പീഡിപ്പിച്ചതുകൊണ്ട് താൻ അപ്പോസ്തലൻ വിളിക്കപ്പെടുവാൻ യോഗ്യനില്ല എന്നാണ് പൗലോസ് പറയുന്നത്. യെസ്, 4 മാർക്സ് ഫോർ ആലിസ് മാത്യു. 4 മാർക്കാണ്. ഓക്കെ. നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ ആലിസ് മാത്യുവിനോട് തന്നെയാണ്. പുതിയ നിയമത്തിൽ ഓരോ അധ്യായം മാത്രമുള്ള 2 പുസ്തകങ്ങൾ എഴുതിയത് ആരാണ്? യോഹന്നാൻ. എക്സാക്ട് തപ്പത്തിൻ്റെ ആവശ്യമില്ല, യോഹന്നാനാണ്. 2 യോഹന്നാനും 3 യോഹന്നാനും എഴുതിയ യോഹന്നാനാണ് 2 ഓരോ അധ്യായ പുസ്തകങ്ങൾ എഴുതിയത്. റൈറ്റ്. ആലിസ് മാത്യു ഗെറ്റ്സ് 5 മാർക്സ്. റെഡി? യാ. 4ാമത്തെ ക്വസ്റ്റ്യൻ മിസ്റ്റർ ജോർജ് സാമുവലിനോടാണ്. നസറത്തിൽ നിന്നും എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിച്ചത് ആരാണ്? Pass. Yes, Mr. Roshi. Pass. No. What a silly question is it? Yes, Mr. Jinu. നഥനയേൽ. Exactly. What a wonderful answer. നഥനയേലാണ് അത് ചോദിക്കുന്നത്. നസറത്തിൽ ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയെന്ന് നഥനയോട് പറയുമ്പോൾ നഥനയേൽ മറിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, അത് നസറത്തിൽ നിന്നും എന്തെങ്കിലും നന്മ വരുമോ എന്ന്. അപ്പോൾ 4 മാർക്സ് ഫോർ ജിനു ജയൻ. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ബ്രിങ്സ് us to the close of ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്. പുതിയ നിയമ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിയം കാണാനായിട്ട് സാധിച്ചത്. ഒത്തിരി കളക്ഷൻസ് കാണാൻ സാധിച്ചു. ക്രോസിൻ്റെ കളക്ഷൻസാണ് ഏറ്റവും അധികം എന്നെ ആകർഷിച്ചത്. ഓരോ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ആ കല്ലുകൾ ഒരിക്കലും കാണാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അത് വളരെ നാച്ചുറലായിട്ട് ഭംഗിയുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അത് സാധിച്ചു. പിന്നെ ഈ ബൈബിളിനെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ ബൈബിൾ മുതൽ ഏറ്റവും വലിയ ബൈബിൾ വരെ കാണുവാനും ആ ഒറിജിനൽ ബൈബിളിൻ്റെ ചുരുളുകൾ വരെ കാണുവാനായിട്ട് സാധിച്ചത് അത് എല്ലാവർക്കും കാണുവാൻ സാധിക്കാത്തൊരു കാര്യമാണ്. യെരുശലേമിലൊക്കെ പോയി കാണുവാൻ എല്ലാവർക്കും സാധിക്കാത്ത കാര്യമാണ്. അത് ഇവിടെ അതിനുള്ള അവസരമൊക്കെ ഒരുക്കി തന്നതിന് ബ്രദർ മാത്യു വർഗീസിനോടും ഞങ്ങൾ നന്ദി അറിയിക്കും. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PU, തിരുവനന്തപുരം. ഫോൺ 9495998555. അടുത്തതായിട്ട് ടെസ്റ്റ് മണി റൗണ്ടാണ്.
മിസ്റ്റർ ജോർജ് സാമുവൽ ആദ്യത്തെ ടെസ്റ്റ് മണിയാണ്. 5 മിനിറ്റ് വരെ പോകാം. പിന്നെയും ടെസ്റ്റ് മണിക്ക് കൂടുതൽ സമയം വേണ്ടി 1 മിനിറ്റ് കൂടെ അനുവദിക്കും. അഞ്ച് വയസ്സുള്ളപ്പോൾ വെള്ളത്തിൽ വീണ് ഏറെക്കുറെ മരിച്ച അവസ്ഥയിലായിരുന്നു. അല്ല, അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരൻ എന്നെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തോട് എനിക്ക് ഇപ്പോഴും നന്ദിയുണ്ട്. എൻ്റെ മാതാവ് പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ ശീലിപ്പിച്ചിരുന്നു. അതിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സുവോളജി ആയിരുന്നു എൻ്റെ മെയിൻ. തിയറി ഓഫ് എവല്യൂഷനും കമ്മ്യൂണിസവും ഒക്കെ എന്നെ വളരെ സ്വാധീനിച്ചു. ദൈവകൃപയാൽ കമ്മ്യൂണിസം എനിക്ക് തന്ന ഒരു അനുഗ്രഹം വായനാശീലമാണ്. ധാരാളം വായിക്കുന്ന ഒരു സ്വഭാവം വളർത്തിയെടുക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ വേദപുസ്തകം വളരെ ഡീപ്പായിട്ട് വായിക്കാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചു. അത് അധികവും വിമർശനാത്മകമായിട്ടുള്ള വായനയായിരുന്നു. അല്ലാതെ എത്ര അധ്യായമുണ്ട്, എത്ര വാക്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവവചനത്തോടുള്ള ഒരു സ്നേഹം, അത് വായിക്കാനുള്ള ഒരു ആസക്തി ഇപ്പോഴും ഒരു 18 വയസ്സ് മുതൽ തുടങ്ങി ഇപ്പോൾ 73 വയസ്സായി ഇതുവരെയും അത് നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ ദൈവകൃപയാണ്. മറ്റേത് ഗ്രന്ഥം വായിച്ചാലും നമ്മൾ മടുത്തുപോകും. പക്ഷേ ഇത് വളരെ സജീവമായിട്ട് തന്നെ ഇപ്പോഴും വായിക്കാനുള്ള ഒരാഗ്രഹം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്നു. അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എൻ്റെ സാക്ഷ്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും എൻ്റെ ബിസിനസ് രംഗങ്ങളിലുമെല്ലാം വളരെയധികം വിനിയോഗിക്കുവാനായിട്ട് ദൈവം എനിക്ക് കൃപ ചെയ്തു. അനേകർക്ക് നല്ല സാക്ഷ്യം, അനേകരെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിലൊക്കെ. 90 എൻ്റെ ഫാദർ മരിച്ചതിന് ശേഷമാണ് ഞാൻ ചെങ്ങന്നൂരിൽ വന്ന് ഗൾഫിൽ നിന്നും മടങ്ങി വന്ന് സെറ്റിലാകുന്നത്. എൻ്റെ ഭാര്യ ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും അവരവരുടെ കുടുംബമായിട്ട് വിവിധ സ്ഥാനങ്ങളിലാണ്. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നത്രയും എൻ്റെ സമയം ചെലവഴിക്കുന്നു. അതോടൊപ്പം അനേക ഭവനങ്ങളിൽ പോവുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടർന്നു വരുന്നു. തുടർന്നും ജീവിതത്തിൽ അങ്ങനെ നിലനിൽക്കുവാനും എന്നെ ആകർഷിക്കുന്ന ജോൺ വെസ്ലിയുടെ വാക്കുകളാണ്. ദൈവവചനം വായിക്കാൻ, അതിനെ സ്നേഹിക്കാനുള്ള ഒരു കൃപ ലഭിച്ചു. രണ്ടാമത് ഈ സാക്ഷ്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ള വലിയൊരു കൃപ. അത് രണ്ടും നിലനിൽക്കുന്നു. അതിൽ കവിഞ്ഞ് ഭൗതികമായിട്ടുള്ള മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല. ഇന്നും അത് നിലനിൽക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അങ്ങനെ ആയിരിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കുന്നു. നാം പ്രസംഗിക്കുന്നതിനേക്കാളും മറ്റ് ഏത് വിധമായ ആത്മീയ പ്രവർത്തനത്തിനേക്കാളും ഏറ്റവും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയുക്തമാക്കുവാൻ കഴിയുന്നത് ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പോൾ നിന്നുപോയതാണ്. അപ്പോൾ എൻ്റെ മാധുര്യം അറിയാം നിൽക്കുന്നതിന് മുമ്പ്. അത് വീണ്ടും പുനരാരംഭിക്കണം. കാരണം പിശാച് ഏറ്റവും വെറുക്കുന്ന ശുശ്രൂഷയാണ് ഉപവാസ പ്രാർത്ഥന. എന്താ എൻ്റെ കാരണം? ഉപവാസം എന്നത് അവനെ വെട്ടുന്ന വാളാണ്. കർത്താവ് പറയുന്നുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോയില്ല. അപ്പോൾ അവൻ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഉപവാസ പ്രാർത്ഥന. അപ്പോൾ അത് ഏതെങ്കിലും കാരണം കണ്ടുപിടിച്ച് അവൻ ഉപവാസ പ്രാർത്ഥന കൊടുത്തു. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞാൻ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷ നയിക്കുന്ന വ്യക്തിയാണ്. ലോകത്തിലെ 4 രാജ്യങ്ങളിൽ ഏകന ഉപവാസ പ്രാർത്ഥന, 3 ഉപവാസ പ്രാർത്ഥന ഒക്കെ നടത്തിയിട്ടുണ്ട്. 40 ഉപവാസ പ്രാർത്ഥന ധാരാളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെയും ഈ ക്രിസ്തീയ ശുശ്രൂഷയെ, ദൈവത്തിൻ്റെ വേലയെ തകർക്കുവാനായിട്ട് അവൻ സർവ്വശക്തിയോടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതവനെ വെട്ടുന്ന വാളാണ്. അപ്പോൾ നാം ഒന്ന് നിർത്തി കഴിയുമ്പോൾ അവനാണ് വിജയം വരും. നമ്മൾ എത്ര പ്രസംഗിച്ചിരുന്നാലും, എന്തെല്ലാം ശുശ്രൂഷ എവിടെയൊക്കെ പോയി നടത്തിയിരുന്നാലും, ഇത് പരമോന്നതമായ ശുശ്രൂഷയാണ്. അതിൻ്റെ 10 ഇരട്ടിയല്ല, അനേകം മടങ്ങായിരിക്കും ദൈവം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മിസ്റ്റർ ജോർജ് അതിനുവേണ്ടി മുൻകൈ എടുക്കണം. വീണ്ടും നിന്നുപോയത് പുനരാരംഭിക്കുവാൻ തക്കവണ്ണം
ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു കുറ്റമല്ല, എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗം എന്നുള്ള നിലയിൽ ആര് വന്നിരുന്നാലും അവരോട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്ന കാര്യം പറയേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് സ്നേഹത്തോട് വിനയത്തോട് ഇക്കാര്യം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. റൈറ്റ്, ഹി ഗെറ്റ്സ് 2.5 marks. പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കൊക്കാത്തോട് എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശത്തായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ പള്ളി, ഒരു റീത്ത് പള്ളി മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ മാസത്തിൽ ഒരു കുർബാന മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നിവൃത്തിയുള്ളത് വന്ന് പോകത്തുമില്ല. അങ്ങനെ 19 വയസ്സായപ്പം കല്യാണം കഴിഞ്ഞ് ഞാൻ കോന്നി വന്നു. കോന്നി വന്നപ്പോൾ ഞങ്ങൾക്ക് പള്ളി തൊട്ടടുത്ത. പിന്നെ അന്ന് മുതലുള്ള എല്ലാ ശുശ്രൂഷകളും എനിക്ക് നടക്കാനാവുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എല്ലാ ശുശ്രൂഷകളിലും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ബൈബിളിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. എന്നാൽ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പോകുന്നുണ്ട്. ഇവിടെ കോന്നി കല്യാണം കഴിച്ച് വന്നിട്ട് ആദ്യം ഞങ്ങൾ 2 വർഷം കഴിഞ്ഞൊരു മകനുണ്ടായി. ഒരു കുഴപ്പമില്ലാത്ത നല്ല ഒരു മകൻ. അവൻ 5 വയസ്സായപ്പോൾ പിന്നെ രണ്ടാമത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ പെങ്കൊച്ചായിരിക്കണമേ, എന്നെ പോലെ ഹൈറ്റ് ഉണ്ടായിരിക്കല്ലേ. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു തൂക്കം കുറഞ്ഞ ഒരു കുഞ്ഞ്, 200-300 തൂക്കമേ ഉള്ളായിരുന്നു. അവളിപ്പോൾ വളർന്ന് 36 വയസ്സുണ്ട്. പക്ഷേ അവൾക്ക് 138 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അത് ഇപ്പം ഞാൻ എന്തായാലും വിഷമമായിട്ടിരിക്കും. എങ്ങനെ അവളുടെ കല്യാണം കഴിയും, നമുക്ക് എന്തൊരു വിഷമമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവളെ ഒരാൾ വന്ന് കല്യാണം കഴിച്ചു. ഇപ്പോൾ അവൾക്ക് 2 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. അത് അവിടെ പന്തളത്ത് ചിത്ര എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമൽ ഡെലിവറി നടക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, കുഞ്ഞ് അത്രയും പൊക്ക കുറവായതുകൊണ്ട് എന്ന് പറഞ്ഞു. 2 നോർമൽ ഡെലിവറി ആയിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഞാൻ മൂത്ത കുഞ്ഞ് 9 വയസ്സായി, രണ്ടാമത്തെ കുഞ്ഞിന് 3.5 വയസ്സായി. മൂത്ത കുഞ്ഞിപ്പോൾ അമ്മയുടെ അത്ര ഏകദേശം ഉണ്ട്, 9 വയസ്സായപ്പോഴേ. അപ്പം നമ്മുടെ അറിവില്ലായ്മയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം തന്ന ചെറിയൊരു ശിക്ഷയായിരുന്നു ഞാൻ കരുതുക. ഇപ്പം അതുകൊണ്ട് ഞാൻ നല്ലവരോടും പറയാം, ആരും ദൈവം തരുന്നത് 2 കൈ കൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ആവശ്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും. പിന്നെ മകനുണ്ടായിരുന്നു. മകൻ 25-26 വയസ്സായിട്ടും എങ്ങും ജോലിക്കൊന്നും പോകുന്ന, MBA കഴിഞ്ഞു, ലോജിസ്റ്റിക്സൊക്കെ പഠിച്ചു, എങ്ങും ജോലിക്കൊന്നും പറഞ്ഞ് പല സാഹചര്യങ്ങളുണ്ടായിട്ടും ജോലിക്കൊന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. അന്നും ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എന്തെങ്കിലും ഒരു മാർഗ്ഗം അവന് കാണിച്ചു കൊടുത്ത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. അവൻ അങ്ങനെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. അവൻ്റെ കൂടെ ദുബായിൽ പോയി 10 വർഷം ദുബായി ജോലി ചെയ്തു. അവിടെ നിന്ന് അവൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു നേഴ്സിനെ കല്യാണം കഴിച്ച് ഇപ്പോൾ ഒരു അയർലൻഡിൽ സുഖമായിട്ട് അവനും ഭാര്യയും ഒരു മകനുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. അന്ന് അത് ഈ രണ്ടും എനിക്ക് ജീവിതത്തിൽ മറക്കാനൊക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതിയ 2 കാര്യങ്ങൾ ദൈവം നടത്തി. പിന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബറിലായപ്പം ഈ മകൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. അന്നേരം അവിടെ ഞാൻ കുഞ്ഞിൻ്റെ കൂടെ നിന്നപ്പോൾ എൻ്റെ കഴുത്തിൽ എന്തോ ഒരു വീർപ്പ് പോലെന്ന് പറഞ്ഞു. അവിടെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമുള്ള മുഴയാണ്, നിങ്ങളത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. ഞാൻ അവിടെ പരിമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ FNAC ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞത് ക്യാൻസർ തന്നെയാണ്, പിന്നെ ഇത് സർജറി ചെയ്ത് കളയാമെന്നല്ലെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ എടുത്ത് കളഞ്ഞു. RCC കൊണ്ടുപോയി എൻ്റെ സ്പെസിമെനൊക്കെ കൊടുത്തു. പിന്നെ അതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അയഡിൻ തെറാപ്പി അന്ന് ചെയ്തു. പിന്നെ വർഷത്തിൽ ഇപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം 1 വർഷത്തെ ലീവിൽ ഇപ്പം മോൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം മോൻ വന്നപ്പം മോനും സെയിം പ്രശ്നം. ഇപ്പം 2-ാം തീയതി അവൻ്റെ സർജറിയും കഴിഞ്ഞിട്ട് അവനും ഭാര്യയും വീട്ടിലുണ്ട്. എൻ്റെ അമ്മ അവിടെ എണീറ്റ് നടക്കത്തില്ല, അവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ എല്ലാ ഇടയെന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. എൻ്റെ ബ്രദർ ഇവിടെ ശ്രീകാര്യത്ത് താമസിക്കുന്നുണ്ട്. ISRO ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. പുള്ളി നട്ടലിൻ്റെ ഒരു സർജറി കാരണം അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. 1 വർഷം മുമ്പ് ഞങ്ങൾ ഒരു ആംബുലൻസ് വിളിച്ചുകൊണ്ട് പോയി അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ നല്ല സുഖമായിട്ട് എണ്ണിച്ചിരിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ മോൻ വീട്ടിലുണ്ട്, മോൻ്റെ വൈഫുണ്ട്, കുഞ്ഞുണ്ട്. അത്രയും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എണ്ണി പറഞ്ഞാൽ ഇപ്പം ഈ 3 കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. എണ്ണി പറയാനെങ്കിൽ ഒരു 300 കാര്യം പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ ഞാൻ അനുഭവിച്ചറിഞ്ഞ അതിലാണ് എനിക്ക് ഇത്രയും വിശ്വാസം വന്നത്. ബൈബിൾ വായിച്ചോ നമ്മളെ പഠിപ്പിച്ചോ ഒന്നുമല്ല, ഈ അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് തുടരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ദൈവത്തിൽ ഇത്രയും വിശ്വാസം. ഞങ്ങളുടെ പള്ളിയിൽ ശ്രീ സമാജത്തിന് പോകുന്നുണ്ട്. ശ്രീ സമാജത്തിലാണെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഭാര്യമാരെ ഞങ്ങൾ 5 ആണുങ്ങൾ ഞങ്ങൾ കൂടി വരുമ്പോഴെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ അനുഭവങ്ങൾ പറയും, സാക്ഷി ഞങ്ങൾ തമ്മിൽ പറയും, മറ്റുള്ളവർ പറയും, എന്നാലാവുന്ന വിധം എല്ലാം ചെയ്യുന്നുണ്ട്. ദൈവം ഇത്രത്തോളം നടത്തിയത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ അനുഭവങ്ങൾ പുറം ലോകത്തോട് പറയുമ്പോഴാണ് അനേകർക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയുന്നത്. നമ്മുടെ ഇടവകയിൽ പറയുമ്പോൾ ഇടവകയെന്ന് പറയുന്നത് ഒരു കുടുംബ സംഗമമാണ്. പക്ഷേ പുറം ലോകത്ത് ആർക്കും അത് അറിയുവാൻ സാധ്യമല്ല. ഇങ്ങനെ സമാനമായ സാഹചര്യങ്ങളെ അനേകർ നേരിടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ മുൻപോട്ട് പോകുമ്പോൾ ആലീസിൻ്റെ ദൈവം, ആലീസ് എന്ന സൗഖ്യത്തെക്കുറിച്ച് ആലീസ് പറയുമ്പോഴാണ് അവർക്ക് ഈ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നത്. തീർച്ചയായും നമ്മുടെ ഇടവകയെ പറയുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. പക്ഷേ ഒരു ഇടവകയെ സംബന്ധിച്ച് അത് അനേക കുടുംബങ്ങളിലെ ഒരു കൂട്ടു സംരംഭമാണ്.
അപ്പോൾ അവിടെ ആർക്കെന്ത് പറഞ്ഞാലും പരസ്പരം എല്ലാവർക്കും അറിയാൻ കഴിയും. നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര വലിയതാണ്. ആ ഉപകാരങ്ങൾ നമ്മുടെ ഇടവകയുടെ ഭിത്തിക്കുള്ളിൽ നിന്നാൽ പോരാ, ചുവരുകൾക്കുള്ളിൽ നിന്നാൽ പോരാ, അത് മറ്റുള്ള സാക്ഷ്യം പറയാനുള്ളൊരു സംവിധാനവും ഇല്ല. സംവിധാനം നമുക്ക് അതിനായിട്ട് ഒരിക്കലും ഒരു സംവിധാനം ഇല്ല. തീർച്ചയായും ഞാൻ ഓർത്തഡോക്സുകാരനാണ്. അതെ, പക്ഷേങ്കിൽ നമ്മളത് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമുക്കിതിൻ്റെ സാവകാശങ്ങൾ തരുന്നത്. നമ്മൾ പുറം ലോകത്തോട് പറയുമ്പോഴാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റോഡുകളെ പോയി പ്രസംഗിക്കണമെന്നല്ല. നമുക്കതിനൊരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ദൈവം ചെയ്ത ഉപകാരത്തെക്കുറിച്ച് എനിക്ക് ലോകത്തോട് പറയണം എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അതിനുള്ള അവസരം ഒരുക്കുന്നത്. ഇപ്രകാരം മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തവരുടെ അടുത്തേക്ക് വളരെ യാദൃച്ഛികമായി മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പോകുവാനും ആ സന്തോഷം ദൈവം പങ്കിടുവാൻ തക്കോണം തരുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടേതായിട്ടുള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു വലിയ ദൗത്യം നമ്മുടെ മുൻപിലുണ്ട്. ആ അവസരം ഉപയോഗിക്കണമെന്ന് മാത്രമേ എനിക്ക് ഓർമ്മിക്കുവാനുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആലീസ് മാത്യു, 3 മാർക്സ്. എൻ്റെ പേര് ജിനു ജയജയൻ. ഞാൻ CSI മുല്ലൂർ സഭയിൽ നിന്നാണ് വരുന്നത്. വിഴിഞ്ഞം മുക്കോല എന്ന സ്ഥലമാണ്. ഞാൻ +2ലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ, അമ്മ, പപ്പ ഒരു മേസ്ത്രി പണിക്കാരനാണ്. അമ്മ ഹൗസ് വൈഫ്. ചേട്ടൻ +2 MBBS പഠിക്കുന്നു. ഇവിടെ വരാൻ ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷേ ഇപ്പോഴാണ് അതിന് സാധിച്ചത്. ഞാൻ ജനിച്ചത് തൊട്ട് ഒരു കെട്ടുറപ്പില്ലാത്തൊരു വീട്ടിലാണ് ജനിച്ചത്. ഒരു ഓല മേഞ്ഞ് ഒരു വിണ്ട് കീറിയിരിക്കുന്ന ചുവരുകളായിട്ട് ഒരു വീടാണ് എൻ്റെ ആയിരുന്നത്. പക്ഷേ ഒരു വീടിന് വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 2017 ആയപ്പോൾ നമുക്കൊരു നല്ലൊരു വീട് വയ്ക്കാൻ സാധിച്ചു. ലോൺ എടുത്താണ് അങ്ങനെ നല്ലൊരു വീട് വയ്ക്കാൻ സാധിച്ചു. ഞങ്ങളൊരു സ്വപ്നമായിരുന്നു, നല്ലൊരു വീട് വയ്ക്കണം, അവിടെ താമസിക്കണം. അങ്ങനെ ഒരിത് നമ്മളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഭവന പ്രാർത്ഥനയിൽ നമ്മളെന്നും ആ കാര്യം ഓർക്കുമായിരുന്നു. അങ്ങനെ വീട് വയ്ക്കണമെന്ന് ആലോചിച്ചു. ലോൺ എടുത്ത്. പപ്പ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ പപ്പയ്ക്ക് തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മളെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമാണ്. എങ്കിലും അവിടെ സന്തോഷത്തിനും സമാധാനത്തിനും ഒരു കുറവുമില്ലായിരുന്നു. ദൈവം ഇത്രത്തോളം നടത്തി, ഇനിയും നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയും നടത്തട്ടെ. ഇനി 3 വർഷം മുമ്പ് താങ്കളുടെ സഹോദരൻ ഇവിടെ വരുമ്പോൾ അന്ന് +2 പഠിക്കാൻ തോന്നുന്നു, റൈറ്റ്? അദ്ദേഹം ഇതുപോലെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. അന്നും അങ്ങനെ ആ പ്രായത്തിലുള്ള ഒരാളെ 15 വയസ്സായിട്ട് തോന്നുന്നു അദ്ദേഹം വരുമ്പോൾ ഞാനൊരു അവസരം കൊടുത്തത് ദൈവതാമോത്വത്തിനായിട്ട് ഒരു പരിശീലനം എന്നുള്ള നിലയിലാണ് വരാൻ സംബന്ധിച്ചത്. ഇപ്പോൾ അദ്ദേഹം 2nd MBBS വിദ്യാർത്ഥിയാണ് കാരക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ദൈവം അത്രമാത്രം ആ ആഗ്രഹത്തെ മാനിക്കുകയും സജീവമായിട്ട് ഇടവേള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ താങ്കളും അതേ പ്രായത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ദൈവത്തെ അറിയുവാൻ ദൈവ വിഷയത്തിന് വേണ്ടിയിട്ട് തീക്ഷ്ണത കാണിക്കണം. ദൈവനാമോദനായിട്ട് പ്രവർത്തിക്കണം. ഇടവകയിലാണെങ്കിലും അല്ലെങ്കിൽ താൻ ഈ പ്രായത്തിൽ തന്നെ അല്ല തീക്ഷ്ണത താങ്കളുടെ ജ്യേഷ്ഠനെ പോലെ കാണിക്കുമ്പോഴാണ് ദൈവം അത്ഭുതകരമായ രീതിയിൽ വളർത്തുന്നത്. അത് താങ്കൾക്ക് അനുഭവമാണല്ലോ. ജ്യേഷ്ഠന് കാരക്കോടം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ അനുഭവം അറിയാമല്ലോ. അതുകൊണ്ട് അപ്രകാരം നമ്മുടെ സാക്ഷ്യം മറ്റനേകരോട് പറയണം. ഇന്നത്തെ യുവ തലമുറയ്ക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അറിഞ്ഞാലും അത് മനസ്സിലാക്കിയോ പ്രവർത്തിക്കാനുള്ള ഇഷ്ടമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ യേശു എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ യേശുവാണ് എൻ്റെ എല്ലാമെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം തന്ന് പറയുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത്. താങ്കളുടെ ജ്യേഷ്ഠൻ പ്രാപിച്ച അനുഗ്രഹം താങ്കൾക്കും പ്രാപിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മാർക്ക് 2 മാർക്സ്. ഈ ഒരു കോമ്പറ്റീഷനിൽ വരാൻ ഇടയായതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സാക്ഷ്യം പറയാൻ ഒത്തിരി സമയമുണ്ട്, എടുക്കാൻ കഴിയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഈ ഇടയ്ക്ക് നടന്ന ചില സംഭവങ്ങൾ പറയാനൊരു അവസരം കിട്ടിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2025 ഡിസംബർ മാസം 9-ാം തീയതി ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് തിരുവനന്തപുരത്തേക്ക് കടന്നു വന്നതാണ്. കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഓടിച്ച ബുള്ളറ്റ് ഒരു കാറുമായിട്ട് തട്ടുകയായിരുന്നു.
ഞാൻ ഹെൽമെറ്റ് വെച്ചിരുന്നതാണ്, ക്ലിപ്പൊക്കെ ഇട്ടിരുന്നതാണ്. പക്ഷേ ഇന്നും എനിക്കറിയില്ല, CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടത് എങ്ങനെയോ എൻ്റെ ഹെൽമെറ്റ് ഊരി തെറിച്ചു പോകുന്നതും അതിനുശേഷം വേറൊരു കാറ് നല്ല സ്പീഡിൽ വന്ന് ഇടിക്കുന്നതും ഞാനും തെറിച്ച് ദൂരെ പോയി വീഴുന്നതുമാണ് കണ്ടത്. പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ തല പൂർണ്ണമായിട്ട് വെട്ടി തകർന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടേഴ്സ് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ഡോക്ടേഴ്സ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തീർത്തു പറഞ്ഞു, ഇദ്ദേഹത്തിന് ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, പക്ഷേ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല, അദ്ദേഹം വിട്ടുപോവുകയാണ് എന്ന് തീർത്തു പറഞ്ഞു. ഒഫീഷ്യലി അങ്ങനെ അറിയിച്ചപ്പോഴേക്കും ഞാൻ അതറിയുന്നില്ലെങ്കിൽ പോലും എൻ്റെ കുടുംബം മാനസികമായിട്ട് തകർന്നു, എൻ്റെ സഭ മാനസികമായിട്ട് തകർന്നു. വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഉണർന്നു, ബോധം വെച്ചു. ഈ കാര്യങ്ങൾ ചെറുതായിട്ട് തിരക്കി ഞാൻ അവിടെ കിടന്ന് ഒത്തിരി അങ്ങ് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒത്തിരി ശ്രദ്ധിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി അങ്ങ് പ്രാർത്ഥിച്ചു. ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ കണ്ണടച്ച് കിടക്കുമ്പോൾ ഒരു വലിയ ദർശനം ഞാൻ കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഈ ഉണ്ടായ സംഭവം വ്യക്തമാക്കുന്ന രീതിയിലൊരു ദർശനം കണ്ടു. ഞാൻ കാണുന്ന കാഴ്ച എനിക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും ആളുകൾ എൻ്റെ ചുറ്റും നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അന്ന് രാത്രിയാണ് ഒരു പക്ഷേ ഞാൻ ബോൾഡായത്. എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ ഒത്തിരി കരയുകയാണ്. എൻ്റെ മോള് രാത്രി സ്വപ്നത്തിൽ ചാടി എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. വീട്ടിലിരുന്നുകൊണ്ട് അവൾ പ്രാർത്ഥിച്ച വാചകം ഇങ്ങനെയാണ്: യേശുവേ, എൻ്റെ പപ്പ മരിച്ചുപോയി, പക്ഷേ എൻ്റെ പപ്പയെ തിരിച്ചു തരണം, സ്വർഗത്തിൽ ഇരുത്തരുത്, ഒരു പ്രാവശ്യവും കൂടെ ഭൂമിയിലേക്ക് തരണം. ഇതാണ് അവൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി എന്നെ രക്ഷപ്പെടുത്തി. അടുത്ത ദിവസങ്ങളിൽ ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, പക്ഷേ ഇത്രയും ലക്കുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതാണ് അവർ പറയുന്ന വാക്ക്. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നേഴ്സുമാരെല്ലാം വന്നിങ്ങനെ തൊഴുതു നിൽക്കി. അവർ പറയാൻ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്കിങ്ങനെ വിടുതൽ കിട്ടിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ വൈഫിനോട് ലാസ്റ്റ് മൊമെൻറ്റ് ഡോക്ടർ പറഞ്ഞ അടുത്ത 6 മാസത്തേക്ക് ഇദ്ദേഹം സംസാരിക്കത്തില്ല, 6 മാസം ഇദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല, ചിലപ്പോൾ 1 വർഷം കട്ടിൽ കിടക്കുമായിരിക്കും, ഒന്നും കഴിയില്ല, പക്ഷേ 1 വർഷമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. ഓർമ്മയിൽ ചെറിയ കുറവുകളുണ്ട്. ഇന്ന് ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്കങ്ങ് വിഷമമൊന്നും വരിക, കാരണം എനിക്കറിയാവുന്ന പല ക്വസ്റ്റ്യൻസും എനിക്ക് ഓർത്തെടുക്കാൻ ഒരിച്ചിരി സമയം കിട്ടുന്നില്ല. അത്രയും ടൈം വരുന്നുണ്ട്, അത് റെഡിയായി വരുന്നതേ ഉള്ളൂ, അവർ പറഞ്ഞു. പക്ഷേ എനിക്ക് അവരെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു, ഞാൻ നടക്കുന്നു, വണ്ടി ഓടിക്കാൻ പറ്റുന്നു, എല്ലാത്തിനും പറ്റുന്നു. അവസാനം ലാസ്റ്റ് ചെക്കപ്പിനൊക്കെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയൊന്നും പറയാനില്ല, നിങ്ങളെപ്പോലെ ലക്കുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല എന്ന് ഡോക്ടേഴ്സ് നിരന്നിരുന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോഴും എനിക്ക് കണ്ണിന് നല്ലപോലെ കാണാൻ കഴിയുന്നില്ല. ഞാൻ ഒരു കണ്ണാശുപത്രിയിൽ പോയി, അവർ മൊത്തം ടെസ്റ്റ് ചെയ്തു. ഈ റിപ്പോർട്ടും വായിച്ചിട്ട് അവർ പറഞ്ഞു, ഇനി കണ്ണിനൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കിനി വാഹനമൊന്നും ഓടിക്കാൻ കഴിയില്ല. ഞാൻ വീട്ടിലിരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് 2ഉം കൽപ്പിച്ച് ഞാൻ എൻ്റെ കാർ എടുത്തു ഓടിച്ചു. പണ്ട് എനിക്ക് എങ്ങനെ കാഴ്ച ഉണ്ടായിരുന്നോ അതേ കാഴ്ചശക്തി ദൈവം തിരിച്ചു വന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനപ്പുറം ഇവിടെ അസ്ഥിക്കൊരു പൊട്ടൽ പോലെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഹോസ്പിറ്റലിൽ വീണ്ടും പോയി. ആ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പം ഡോക്ടർ ഈ റിപ്പോർട്ടെല്ലാം വായിച്ചിട്ട് പറയാം, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്, നിങ്ങൾക്ക് ഇതും ദൈവം സഹായിക്കട്ടെന്നും പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്തപ്പം അദ്ദേഹം തന്നെ പറയാം, നിങ്ങൾക്ക് സർജറിയുടെ ആവശ്യമില്ല. ഇന്നെനിക്ക് സർജറി ഇല്ലാതെ ആ വിഷയവും പരിഹരിച്ചു. എല്ലാം ദൈവം സാധ്യമാക്കി തന്നു. ഞാനതുകൊണ്ട് കോളേജിൽ കുറേ മാസങ്ങളായിട്ട് ഇപ്പം റെസ്റ്റ് എടുക്കുകയാണ്, അതുകൊണ്ട് ലീവ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷനോ ഒരു പ്രോഗ്രാമിനോ ഒന്നും പോകുന്നില്ല. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ നല്ല റെസ്റ്റിലാകും. അന്നേരമാണ് ഇവിടുത്തെ ബൈബിൾ ക്വിസിനെ പറ്റി അറിഞ്ഞത്. എനിക്ക് വിന്നറാകുക എന്നുള്ളതല്ല, എനിക്കിത് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് സാറിനെ മറക്കാനും കഴിയില്ല, സാറിനെ കാണണമെന്നും ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇതിനെപ്പറ്റി തിരക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ടെസ്റ്റിമണി റൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അത് ഫസ്റ്റ് തന്നെ ടെസ്റ്റിമണി റൗണ്ട് ഉണ്ടെങ്കിൽ അതിലെന്തായാലും എനിക്കൊന്ന് 2 വാക്ക് കർത്താവിനെ പറ്റി പറയണം, ദൈവം എന്നെ വിടുവിച്ചൊന്ന് പറയണം എന്ന അമിത ആഗ്രഹത്തിലാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് 2010 ഞാൻ വിന്നറായി 3ാം സ്ഥാനം നേടി. 2023 ഞാൻ 1ാം സ്ഥാനം നേടി.
പക്ഷേ ഇന്ന് എനിക്ക് അത്രത്തോളം ഓർമ്മകളൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. എങ്കിലും ഇതിൽ പങ്കെടുക്കാനും തുടർന്ന് ദൈവഹിതമുണ്ടെങ്കിൽ തുടർന്ന് പങ്കെടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു. ഈ ഒരു സ്ഥാപനത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഒത്തിരി നന്ദി അറിയിക്കുന്നു. എൻ്റെ കൂടെ മത്സരിക്കുന്നവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. കൺഗ്രാജുലേഷൻസ്. പ്രത്യേകമായിട്ട് എനിക്ക് റോഷിയെക്കുറിച്ച് പറയാനുള്ളത്, 2010 അദ്ദേഹം ആദ്യത്തെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അന്ന് ബൈബിൾ രത്നം പ്രശ്നം ഒത്തിരി ഒരു പയ്യനായിരുന്നു. 2010 എന്ന് പറയുമ്പോഴത്തേക്കും 16 വർഷം മുൻപാണ്, നമുക്കറിയാം. പക്ഷേ എന്നെ വളരെ ആകർഷിച്ചത് ദൈവവചനത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയുമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ പ്രായക്കുറവാണെങ്കിൽ ഈ പ്രാവശ്യം 15 വയസ്സുള്ള ഇത് മോനെക്കാട്ടിൽ കുറച്ചുകൂടെ പ്രായം ഇവിടെ അവസരം കൊടുത്തിട്ടുണ്ട്. 82 വയസ്സുള്ള ഒരു മാതാവിനുടെ അവസരമുണ്ട്, അവർ പങ്കെടുക്കുന്നുണ്ട്. സമ്മാനമല്ല, പിന്നെ ദൈവവചനത്തോടുള്ള പ്രതിബദ്ധത, ആ സ്നേഹം. അപ്പോൾ അന്ന് അദ്ദേഹം 3rd പ്രൈസ് വാങ്ങി. പ്രൈസിൻ്റെ ബന്ധത്തിലല്ല. തുടർന്ന് വീണ്ടും 23 അദ്ദേഹമാണ് ആ പ്രാവശ്യം നമ്മുടെ ബൈബിൾ ക്രൗൺ നേടിയത്. അപ്പോൾ എപ്പോഴും തന്നെയല്ല, അദ്ദേഹം വളർന്നു. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. അവരുടെ ആത്മീയ ശുശ്രൂഷയിൽ സഭയിലെ യൂത്തിൻ്റെ ചുമതല ഒത്തിരിയുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവ വേലയ്ക്ക് വേണ്ടി വളരെയധികം ബന്ധപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ അപൂർവമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അനേകര ഔദ്യോഗിക ഭാരവാഹിത്വമൊക്കെ അനേകർ വഹിക്കുന്നുണ്ടാവും, സെക്രട്ടറി ആവും, വൈസ് പ്രസിഡന്റ് ആവും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവവചനത്തെ സ്നേഹിക്കുന്നതും അത് തന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവവചനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം എങ്ങനെ കരുതുന്നുള്ളതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ട റോഷി. ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞില്ല. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ അമേരിക്കയിലായിരുന്നു താങ്കൾ പറയുന്ന സമയത്ത്. പക്ഷേ ഞാൻ നാട്ടിൽ വന്നു, പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരം എങ്ങനെയാണ് തൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരെ, തനിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ, തൻ്റെ സാക്ഷ്യമാക്കുന്നവരെ നടത്തുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ട റോഷി തോമസ്. ഈ പ്രാവശ്യം ഞാൻ ആദ്യത്തെ റൗണ്ടിലാണ് ടെസ്റ്റിമണി റൗണ്ട് വെച്ചത്. സാധാരണഗതിയിൽ 4ാമത്തെ റൗണ്ടിലാണ് ടെസ്റ്റിമണി നേരത്തെയുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ 4ാമത്തെ റൗണ്ട് ആകുമ്പോൾ ഈ ജോയിൻ ചെയ്യുന്നവരുടെ ഒരു 3/2 ഭാഗവും പോകും. പക്ഷെ അവർക്കെല്ലാം സാക്ഷ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയത് ആദ്യ റൗണ്ടിൽ തന്നെ ഓരോരുത്തരുടെയും സാക്ഷ്യം ലോകം അറിയണം. സമ്മാനമല്ല, സാക്ഷ്യം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യ റൗണ്ടിൽ എന്നോട് ചിലരൊക്കെ ചോദിച്ചു, ആദ്യ റൗണ്ടിൽ ടെസ്റ്റിമണി എങ്ങനെയാണ് വെക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ബോധ്യപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ 2 റൗണ്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ റോഷി 3ാമത്തെ റൗണ്ടിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സാക്ഷ്യം ലോകത്തിന് അറിയുവാൻ തല തട്ടി തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഓർമ്മയില്ല, അത് ഇനിയും സംസാരിക്കുകയില്ല, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞെടുത്ത് ദൈവം ജീവിക്കുന്നു, യേശു ജീവിക്കുന്നുള്ള സാക്ഷ്യം ലോകത്തോട് വിളംബരം ചെയ്യുവാൻ കഴിയുന്നത് ഈ ആദ്യത്തെ റൗണ്ടിൽ, ഈ ടെസ്റ്റിമണി റൗണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും റോഷിയെ കൊണ്ട് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. തീർച്ചയായും കൂടുതലായി ശക്തീകരിക്കും. ബാക്കിയുള്ള പോരായ്മകളൊക്കെ നികത്തി ഓർമ്മശക്തിയെ പുതുക്കി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കൂടുതലായി റോഷിയെ സജ്ജീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോഷി തോമസ് ഗെറ്റ്സ് 4 marks ഫോർ ഹിസ് ടെസ്റ്റിമണി. ഇതോടുകൂടി നമ്മുടെ ടെസ്റ്റിമണി റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. സർവശക്തൻ സർവാധിപൻ സർവസൃഷ്ടിതാവാണെന്റെ ദൈവം. സർവശക്തൻ സർവാധിപൻ സർവസൃഷ്ടിതാവാണെന്റെ ദൈവം. സർവരക്ഷകൻ സർവേശ്വരൻ യഹോവയാം എന്റെ ദൈവം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. കോപ്പികൾക്ക് വേർഡ് മെലഡി വേൾഡ്, ദമ്പായം, ട്രിവാൻഡ്രം. അടുത്ത റൗണ്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. തരുന്ന വേദഭാഗം പെട്ടെന്ന് എടുത്ത് വായിക്കണം. അതാണ് അടുത്ത റൗണ്ട്. ബൈബിൾസ് കൊടുത്താൽ
ക്ലോസ് യുവർ ബൈബിൾസ്. ആദ്യത്തെ വേദഭാഗം ഹബക്കുക്ക് പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും. എക്സലൻറ്റ്. 2 മാർക്സ്. 2 മാർക്ക് ശരിയായ വായനയാണ്. രണ്ടാമത്തെ വായന. റെഡി? ക്ലോസ് യുവർ ബൈബിൾസ്. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്നതിനൊക്കെ അവൻ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. എക്സാക്ട്ലി റൈറ്റ്. 2 മാർക്ക് റോഷി തോമസിന്. തേർഡ് റീഡിംഗ്. 3-ാമത്തെ വായന. യിരെമ്യാവിന്റെ പുസ്തകം 17:17. നീ എനിക്ക് ഭയങ്കരനാകരുതേ, അനർത്ഥ ദിവസത്തിൽ എൻ്റെ അഭയം നീയല്ലോ. Exactly right. 2 more marks for Roshi Thomas. And the last reading now. അവസാനത്തെ റീഡിംഗ് ആണ് 1 രാജാക്കന്മാർ 8:45. നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണം. എക്സലൻറ്റ്. മോനി തുടങ്ങിയായിരുന്നോ? ഓക്കെ, ദെൻ യു വിൽ ഷെയർ ദ പ്രൈസ്. ഓൾറൈറ്റ്. 2 പേർക്കും ഓരോ മാർക്ക്. ജഡ്ജസ് ഇപ്പോൾ വിജയിയെ പ്രഖ്യാപിക്കുന്നതാണ്. അടുത്ത റൗണ്ടിലേക്ക് ഈ റൗണ്ടിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു ടൈ വരികയാണെങ്കിൽ ബൈബിൾ ബോംബ് ഉപയോഗിക്കും. ആ ബോംബിങ്ങിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ്. റൈറ്റ്. സോ ജഡ്ജസ്, ഹു ഈസ് ദ ഫസ്റ്റ്? First prize, Alice Matthew. Second prize, Roshi Thomas. Okay, that's very good. Alice Matthew gets the first prize. Roshi Thomas gets second prize. Good. ജോഷുവ സ്റ്റേജിലേക്ക് പോകുന്നത് മിസ്സസ് ആലിസ് മാത്യു, മിസ്റ്റർ റോഷി തോമസുമായി. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും കൂടുതലായിട്ട് ദൈവവചനം വായിക്കുകയും അതിൻ്റെ പ്രചാരണത്തിനും വേണ്ടി കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ട ജോർജ് സാമുവൽ അവറുകൾ ഉപവാസ പ്രാർത്ഥന വീണ്ടും ആരംഭിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടും അപേക്ഷയോടും കൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.